നമസ്കാരം. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി അഥവാ സിയാൽ ഇനി മുതൽ വിവരാവകാശ പരിധിയിൽ വരുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. സിയാൽ പബ്ലിക് അതോറിറ്റിയാണെന്നും വിവരാവകാശത്തിൻ്റെ പരിധിയിൽ അതുകൊണ്ട് തന്നെ സിയാൽ വരുമെന്നുമാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്നലെ ഉത്തരവിറക്കിയിരിക്കുന്നത്. നേരത്തെ ഈ കാര്യം തന്നെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഉത്തരവായി പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെതിരെ സിയാൽ MD നൽകിയ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം പരിഗണിച്ച് ആ അപ്പീൽ തള്ളിയിരിക്കുന്നു. സിയാൽ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരും എന്ന ഒരു വലിയ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. സിയാലിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ അനുമതിയില്ലാതെയാണ് ഈ ഒരു വിഷയത്തിൽ കേസുമായി സിയാൽ MD കോടതിയിൽ പോയത് എന്നും ഡിവിഷൻ ബെഞ്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സിയാലിൻ്റെ MDക്ക് 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനുള്ള നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിരിക്കുന്നു. ഇതിനൊപ്പം ഇതുവരെ കിട്ടിയ വിവരാവകാശ ചോദ്യങ്ങൾക്കെല്ലാം നടപടിയെടുക്കാനും കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിയെ അറിയിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിയാലിൻ്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പിക്കും. അത് കോടതി ആ തരത്തിലുള്ള ഒരു ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും പൊതുജനങ്ങൾക്ക് കൂടി അവകാശമുള്ള സിയാൽ ആണ്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് സിയാൽ എന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ സിയാൽ MD നൽകിയ ഒരു കേസ്, ഈ കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡയറക്ടർ ബോർഡിൻ്റെ അനുമതിയില്ലാതെയാണ് ഈ കേസ് MD സ്വന്തം ഇഷ്ടപ്രകാരം നൽകിയത് എന്ന ഒരു കണ്ടെത്തൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ് കോടതിയുടേത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ കോടതി പിഴ ഇട്ടിരിക്കുന്നത്. കമ്പനിയിൽ, അതായത് സിയാലിൽ സർക്കാർ ഓഹരി 32.42% അതിനാൽ സർക്കാരിന് ഒരു നിയന്ത്രണവും സിയാലിൻ്റെ മേലില്ല എന്ന വാദമാണ് സിയാൽ കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ കമ്പനിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും ഡയറക്ടർ ബോർഡിൽ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മാനേജിംഗ് ഡയറക്ടർ IAS ഓഫീസറുമാണെന്നത് കണക്കിലെടുത്താണ് സിയാൽ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. ആ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സിയാലിനെതിരെ അനവധി പരാതികളായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്നിരുന്നത്. ഇഷ്ടക്കാർക്ക് ജോലി നൽകുന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നു. തുടർന്ന് വിവരാവകാശ അപേക്ഷകൾ വിവിധ RTI പ്രവർത്തകർ നൽകുകയുണ്ടായി. എന്നാൽ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ സിയാൽ വരില്ലെന്ന് പറഞ്ഞ് ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും ഉത്തരം നിഷേധിക്കുകയായിരുന്നു. ഇതിനെതിരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് മുമ്പിൽ പരാതികൾ എത്തുകയുണ്ടായി. വിവരാവകാശ കമ്മീഷൻ്റെ പരിധിയിൽ സിയാൽ വരുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായിട്ടും ഹൈക്കോടതി ഒരു ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് കൂടി അത് സ്ഥിരീകരിച്ച് അതിനുശേഷം ഈ ഡയറക്ടർ ബോർഡിൻ്റെ അനുമതിയില്ലാതെ ഹൈക്കോടതിയിൽ ഈ ഒരു വിഷയത്തിൽ കേസുമായി ബന്ധപ്പെട്ടു പോയ സിയാൽ MDക്ക് 1 ലക്ഷം രൂപ പിഴ കൂടി ഇട്ടിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടി സിയാൽ ഉൾപ്പെടെയുള്ള സുതാര്യത സിയാലിൻ്റെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത്.